നമസ്കാരം. തിയേറ്റർ ലിസ്റ്റിന് ശേഷം ഇപ്പോൾ OTT വന്നിരിക്കുന്ന ഒരു തെലുഗു ചിത്രം ഷൗര്യു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹായ് നാന, നാനി, മൃണാൾ ഠാക്കൂർ, കിയാര ഗന്ന, നാസർ, ജയറാം തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ മലയാളം ഡബ്ബ് കൂടെ ലഭ്യമാണ്. ഞാൻ കണ്ടതും മലയാളമാണ്. ഡീസന്റ് വർക്കായാണ് അനുഭവപ്പെട്ടതും. അപ്പോൾ ഇനി സിനിമയിലേക്ക്. ഫോട്ടോഗ്രാഫറായിട്ടുള്ള വിരാജ് എന്ന കഥാപാത്രം മകൾ മഹി മകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയാണ്. അവൾക്കെന്നും കഥകൾ പറഞ്ഞു കൊടുക്കും. മുത്തശ്ശനും കൂടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ പ്ലൂട്ടോ എന്നൊരു പട്ടിക്കുട്ടിയുമുണ്ട്. ഇവരുടെ ലോകം തുടക്കത്തിൽ തന്നെ രസമായി തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് യഷ്ന എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുന്നത്. മഹി എപ്പോഴും അവളുടെ അമ്മയെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ വിരാജ് മകൾക്ക് അമ്മയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം കണ്ടു തന്നെ അറിയാം. ഇത്രയും പറഞ്ഞത് കഥയുടെ ഒരു തുടക്കം മാത്രമാണ്. പ്രധാന കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇവരുടെ ഒരു ലോകമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുവരെ കാണാത്ത കഥയാണെന്നോ അല്ലെങ്കിൽ തീർത്തും അൺപ്രഡിക്റ്റബിളായ വഴികളിലൂടെ പോകുന്ന കഥയാണെന്നൊന്നുമല്ല. ഇമോഷണലി ടച്ച് ചെയ്യുന്നൊരു കഥ. അത് നല്ല വൃത്തിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. പ്രകടനമായാലും വിഷ്വൽസ് ആയാലും സംഗീതമായാലും ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട് എന്ന് പറയാം. നമുക്ക് ഏകദേശം ഊഹിക്കാം ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അപ്പോഴും അതിൽ കൊണ്ടുവരുന്ന മൊമെൻറ്റ്സ് നന്നായി തന്നെ വന്നിട്ടുണ്ട്. മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോഴും അതിൻ്റെ ഒരു സോൾ നിലനിർത്താൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. സിംഗിൾ ഫാദറായ വിരാജ്, നാനിയെ നമ്മൾ പരിചയപ്പെടുന്നിടത്തു നിന്നും ആ കഥാപാത്രത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റുമായുള്ളൊരു യാത്രയുണ്ട്. അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോണിൽ മികച്ച രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് മനസ്സിൽ പറയാനുള്ളത് പുറത്ത് പറയാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളിലെ അവസ്ഥയൊക്കെ ഗംഭീരമായി സ്ക്രീനിൽ കാണാൻ സാധിക്കും. മൃണാൾ ഠാക്കൂറാണ് നായികയുടെ വേഷത്തിലെത്തുന്നത്. അവർക്കിടയിലൊരു കെമിസ്ട്രി ഒക്കെ കിടലിനായി വർക്കായിട്ടുണ്ട്. നല്ല പ്രകടനം തന്നെയായിരുന്നു. ഇതിനൊപ്പം തന്നെ പരാമർശിക്കേണ്ടതാണ് മഹി എന്ന കുട്ടിയുടെ വേഷത്തിലെത്തുന്ന കിയാര ഖന്ന. കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായി വരുമ്പോൾ സാധാരണ കാണാറുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യാതെ നാച്ചുറൽ ഫീൽ നൽകി തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാം പകുതിയിലൊക്കെ കിടിലൻ മൊമെന്റ്സ് തന്നെയുണ്ട്. ജയറാം പ്രാധാന്യമുള്ള വേഷത്തിലെത്തുന്നുണ്ട്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ. സിനിമയുടെ ഒരു മൂഡ് മികച്ച രീതിയിൽ തന്നെ പോകുന്നതിൽ സാനു വർഗീസിന്റെ ഛായാഗ്രഹണവും ഹെഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതവും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കളർ ടോൺ, ലൈറ്റിംഗ് ഒക്കെ ഓരോ സീനിന് നൽകുന്ന ഡെപ്ത് ഒക്കെ എടുത്തു പറയുന്ന കാര്യമാണ്. കഥയുടെ ആ ഒരു ഒഴുക്കിനെ രസമായി തന്നെ കൊണ്ടുപോകുന്നതും കാണാം. പാട്ടുകൾ കിടലിനായിരുന്നു. മലയാളത്തിൽ തന്നെ പാട്ടുകൾ രസകരമായിട്ടാണ് തോന്നിയത്. മാത്രമല്ല ഇമോഷൻസിനെ കുറച്ചുകൂടി ഡെപ്ത് നൽകി തന്നെ പ്രേക്ഷകരിൽ പ്ലേസ് ചെയ്യുന്നതിൽ പശ്ചാത്തല സംഗീതം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്നേഹം അതിൻ്റെ ഒരു വിജയമാണ് ചിത്രം പറയുന്നത്. ഒന്ന് കടന്നാലോചിച്ചാൽ ഇത്രയൊക്കെ വേണോ എന്നുള്ള ചോദ്യവും മനസ്സിൽ വന്നേക്കാം. ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സീനിൽ അങ്ങനെ ചെറിയൊരു ഫീൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് മനഃപൂർവ്വം നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ഇമോഷൻസ്, കഥാപാത്രങ്ങളുടെ ഒരു സ്പേസ്, അതൊക്കെ ജെന്യൂനായി തന്നെ പരിഗണിച്ചതുപോലെ തോന്നി. ഓവറായി ഫീൽ ചെയ്യുക, ആർട്ടിഫിഷ്യലായി തോന്നുക എന്നൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ സംവിധായകൻ കയ്യടി അർഹിക്കുന്നുമുണ്ട്. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ചിലതുണ്ട്. അതിനപ്പുറം കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം ലഭിക്കുന്ന, കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തുടർന്ന മൊമെൻറ്റ്സ് ഒക്കെ രസകരമായി തന്നെ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.